ഹായ് ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പൊ നമ്മുടെ കടലമാവ് പോയി, അതായത് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ നമ്മുടെ കടലമാവ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് 5 കണ്ടീഷനിൽ നമ്മളെ ഫേസിനെ നമുക്ക് ക്ലീൻ ആക്കിയും ക്ലിയർ ആക്കിയും വെക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മുഖക്കുരു വരുന്നവരാണോ നിങ്ങളെങ്കിൽ, എനിക്ക് മുഖക്കുരു ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ 100% പറയുകയാണ്, നിങ്ങൾക്കിത് അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഫേസ് കണ്ടാൽ തോന്നുന്നുണ്ടോ എനിക്ക് മോക്കുരു വന്നിട്ടുള്ളതായിട്ട്? ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ അറിയായിരിക്കും എനിക്ക് മോക്കുരു വരാറുണ്ട്. പക്ഷെ നല്ല അടിപൊളി റെമഡി ഉണ്ട് കേട്ടോ. നിങ്ങൾ പുറത്തൊക്കെ പോയി 1 രൂപയും നിങ്ങൾക്ക് ചിലവാക്കേണ്ട കാര്യമില്ല. ഒരു പാക്കറ്റ് കടലമാവ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ 5 പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ മുഖക്കുരുവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം മുഖക്കുരു ആണ് ഫസ്റ്റത്തെ കാര്യം. എന്ന് വെച്ചാൽ ഈ കടലമാവ് എടുക്കുക. കടലമാവിലോട്ട് കുറച്ച് നാരങ്ങയും ഹണി, നമ്മളെ തേനും കൂടെ ചേർത്ത്, തേന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കുക. നല്ല നിങ്ങൾക്ക് വീട്ടിലുള്ള ഹണിയാണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ കമ്പനി, അത്യാവശ്യം നല്ല കമ്പനി നോക്കി ഹണി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കടലമാവും നാരങ്ങയും ഹണിയും ചേർത്ത് നമ്മുടെ എവിടെയാണോ നമുക്ക് മോക്കുരു വന്നത് അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൊടുത്ത് എന്താ ചെയ്യുക, ഒന്ന് പുരട്ടി കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാറ്റിക്കളയുക. അതായത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ചയോളം നിങ്ങൾ ചെയ്ത് നോക്കൂ, ഉറപ്പായും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ ഈ മോക്കുരു വന്ന ഭാഗത്ത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് മോക്കുരു വന്നത് മാത്രം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് എല്ലാ വശത്തും ഇടാൻ പറ്റുമെങ്കിൽ ഇടുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം നമ്മളെ അതായത് മുഖക്കുരു മാറ്റാനാണ് നമ്മൾ ഈ ഒരു റെമഡി ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ മാത്രം ഈ നാരങ്ങാനീരും ഹണിയും കടലമാവും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ മുഖക്കുരുവിന് നിങ്ങൾക്ക് പരിഹാരം കിട്ടും. ഇനി നിങ്ങളുടെ മുഖത്ത് നല്ല ഗ്ലോ ആണോ വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് സെയിം തന്നെയാണ്. കടലമാവ് എടുക്കുക. കടലമാവിലോട്ട് നമ്മുടെ പച്ചപ്പാൽ ഉപയോഗിക്കുക. ഒരിക്കലും കാച്ചിയ പാൽ എടുക്കരുത്. കാച്ചിയ പാൽ നമ്മൾ പാല് കാച്ചുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് പച്ചപ്പാൽ തന്നെ പറയുന്നത്. പച്ചപ്പാൽ അതും നമ്മുടെ കടലമാവും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ചോദിക്കും ചേച്ചി എൻ്റെ ഓയിലി സ്കിന്നാണ്. ഒരു കുഴപ്പമില്ല. ഓയിലി സ്കിന്നിന് എന്താ ചെയ്യേണ്ടത്? കടലമാവ് എടുക്കുക. കടലമാവിൻ്റെ കൂടെ നമ്മുടെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് തേക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് നോക്കൂ. സൂപ്പർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതേ നല്ല ചൂടാണല്ലേ, വെയിലത്ത് നിന്ന് നമ്മൾ കത്തിക്കരിഞ്ഞായിരിക്കും വീട്ടിലോട്ടൊക്കെ കയറി വരുന്നത്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മളപ്പം നോർമലി നമ്മൾ പോകുമ്പോൾ നല്ല വെളുത്ത് തുടുത്തൊക്കെ ആയിരിക്കും പോവുക. തിരിച്ച് വരുമ്പോഴത്തേക്കും കറുത്ത്, അതായത് ഞാൻ നിറത്തിൻ്റെ കാര്യം പറയുകയല്ല, നമ്മളെ സ്കിന്നിന് ഒരു കളറുണ്ട്, നമുക്ക് സ്കിൻ ടോൺ എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഇപ്പം വെളുത്തിട്ടായിരിക്കും ഇരിക്കുക, കറുത്തിട്ടായിരിക്കുക. പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ പറയത്തില്ല മുഖമൊക്കെ കരിവാളിച്ചിരിക്കുക എന്ന്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അതിനുമുണ്ട്, വേറൊന്നുമില്ല, കടലമാവും നാരങ്ങാ നീരും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് മാറ്റിക്കളയാം. നിങ്ങളിപ്പോൾ തേച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. അത് അവിടെ അങ്ങ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മുഖത്തിലോട്ട്. എത്ര പ്രാവശ്യം അതായത് നല്ലപോലെ ഒന്ന് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം അതിൻ്റെ ഇതൊക്കെ ഒന്ന് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അത് നല്ലൊരു റെമഡിയാണ്. നമ്മുടെ വീട്ടിൽ മാത്രം ഉള്ള കാര്യങ്ങളാണ്. നമുക്കിത് ഒരുപാട് വില കൊടുത്തൊന്നും, നിങ്ങൾ ഈ പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് വില കൊടുത്ത് ഓരോ ക്രീമും 300-ഉം 400-നൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന സാധനം അതിൻ്റെ പകുതി മതി ഇത് വാങ്ങാനായിട്ട്, ഇല്ലേ? അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ഈ ഒരു 5 കാര്യങ്ങൾ ഒരുപോലെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇനി കുറേ ആൾക്കാർ ചോദിക്കും, കുറേ ആൾക്കാർ പറയും എൻ്റെ മുഖത്തൊക്കെ ചേച്ചി ചുളിവ് വീണിട്ടുണ്ടെന്ന്. അതല്ലേ, പ്രായമാകുമ്പോൾ ചുളിവ് വീഴുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എങ്ങാണ്ടിരിക്കുന്നവരെല്ലാം ചുളിവ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ചുളിവ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? കടലമാവിൻ്റെ കൂടെ നമ്മുടെ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്തൂരി മഞ്ഞളാവാം, നമ്മൾ മുഖത്തിടുന്ന മഞ്ഞയില്ലേ, അതും കൂടെ അരച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പൊടി ചേർക്കുകയോ, അതിൻ്റെ പൊടിയാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അരച്ചിട്ട്
നമ്മുടെ ഈ കടലമാവിൽ കൂടെ മിക്സ് ചെയ്ത് തേച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചുളിവുകൾ, മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒരു പരിധി വരെയും നിങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് ചുളിവ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാവും. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുഖക്കുരു വന്നാൽ എന്താ ചെയ്യേണ്ടത്, മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഓയിലി സ്കിൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പിന്നെ പുറത്ത് നിന്ന് നല്ല വെയിലത്ത് പുറത്ത് നിന്ന് നമ്മൾ അകത്ത് വരും പുറത്ത് പോയിട്ട് നല്ല വെയിലത്ത് നമ്മൾ അകത്ത് വരുമ്പോൾ നമ്മുടെ മുഖം കരിവാളിപ്പിന് എന്താ ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ചുളിവിന് എന്താ ചെയ്യേണ്ടത്, ഇതിനെല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ കടലമാവിൻ്റെ ആവശ്യം. പിന്നെ അതിന് ഓരോ റെമഡിക്ക്, അതായത് ഓരോ പ്രശ്നങ്ങൾക്കും മാറ്റി മാറ്റി കാര്യങ്ങൾ, ഒന്നിന് നാരങ്ങ, ഒന്നിന് പച്ചപ്പാൽ, അങ്ങനെ മാറ്റി മാറ്റി. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോ കോസ്റ്റായിട്ട് തന്നെ നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്സുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.